ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ശരിയാണ്. ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഈ ജാതി വിഷയത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നു. അയ്യങ്കാളി അപ്പോൾ എന്താണ് സംസ്കൃതം പഠിക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന തിട്ടൂരമുണ്ടായി, എന്ന പ്രഖ്യാപനമുണ്ടായി, അല്ലെങ്കിൽ എന്ന പ്രമാണമുണ്ടായി. അയ്യങ്കാളി പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ ഈ പാടത്തൊക്കെ മുട്ടപ്പൽ കൃഷി ചെയ്യും എന്ന് അയ്യങ്കാളി പറഞ്ഞു. സ്കൂളിൽ പ്രവേശിപ്പിച്ചു. കാലം മുന്നോട്ടേക്ക് ഒഴുകി. ഒരുപാട് സമരങ്ങളുണ്ടായി. ഇതിനു 2024 ഒരു മാസിക RSSുമായി അനുബന്ധം ഇപ്പോൾ അറിവാ പറയുകയാണ്, പാഞ്ചജന്യ മാസികയിൽ ഒരു RSS നിലപാടല്ല എന്ന് പറയുകയാണ്. അത് ശരിയോ തെറ്റോ ആകട്ടെ, ഒരു പ്രധാനപ്പെട്ട മാസിക RSSുമായി അടൽ ബിഹാരി വാജ്പേയി അടക്കം എഡിറ്ററായിരുന്ന മൽക്കാനി എഡിറ്ററായിരുന്ന ഒരു മാസിക പച്ചയ്ക്ക് പറയുകയാണ് ഈ പറയുന്ന ശ്രേണീബദ്ധ ജാതി വ്യവസ്ഥ രാജ്യത്തിൻ്റെ കരുത്താണ് എന്ന് പറയാനുള്ള കരുത്ത് കിട്ടുന്ന എവിടെ നിന്നാണ് ദിനു? ഒരു പക്ഷേ നന്ദനം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ നമ്മളെല്ലാവരും കണ്ട് ചിരിച്ചിട്ടുണ്ട്. അതിലൊരു രംഗം കുമ്പിടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെതാണത്. ഞാൻ വിചാരിക്കുന്നത് കുമ്പിടിയെ റീമേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോള് ചെയ്യാൻ ഏറ്റവും മികച്ച ആളുകൾ RSSന്റെ ചാലകന്മാരാണെന്ന് ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരിടത്ത് വന്നുകൊണ്ട് ജാതീയതയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് പാഞ്ചജന്യം പോലുള്ള മാഗസിനുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് ശ്രേണീകൃത അസമത്വ വ്യവസ്ഥയെ 2024 ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുക? ഒരു മാഗസിനിൽ ഒരു പീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി കൊണ്ട് ആ മാഗസിൻ്റെ എഡിറ്റോറിയൽ സമിതി അംഗങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാവണം. ഈ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ സിവിൽ റൈറ്റ് ആക്ടിന്റെ 7(3) പ്രകാരം കുറ്റകരമായി കേസ് എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കുന്ന എഴുത്തുകളോ സംസാരങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ സിവിൽ റൈറ്റ് ആക്ടിന്റെ 7(3) പ്രകാരം അത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്കകത്ത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് പാഞ്ചജന്യം മാസികയ്ക്ക് ഇത് പറയാൻ വേണ്ടി കഴിയുക? നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന 1 മണിക്കൂറിനിടയിൽ ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിനകത്ത് ദളിതായിട്ടുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് പൂർണ്ണമായി ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പാഞ്ചജന്യം എന്ന് പറയുന്ന മാസിക ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ ന്യായീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ ഒക്കെ ന്യായീകരിക്കുകയാണെങ്കിൽ ഇവർ അത്തരം തൊഴിലുകൾക്ക് ഇറങ്ങട്ടേനെ, ഇവർ ഇത്തരം ഓടകൾ വൃത്തിയാക്കാൻ ഇറങ്ങട്ടേനെ. ഇവർ കാളയ്ക്കൊപ്പം നുകം കെട്ടിക്കൊണ്ട് നടുപൊട്ടുന്ന രീതിയിൽ ദളിതരെയും ആദിവാസികളെയും അടിച്ച പോലെ നിൽക്കട്ടെ. ഇവർ കഴിവേറി മരങ്ങൾക്ക് മുകളിൽ കഴിവേറ്റപ്പെടട്ടെ ഇവർ എല്ലാവരും. പാഞ്ചജന്യ മാസികയിൽ ഈ ലേഖനം എഴുതിയ ആളൊക്കെ തന്നെ. അങ്ങനെ ജാതീയ വ്യവസ്ഥയെ ഇദ്ദേഹത്തിന് പുൽകാമല്ലോ. കഴുത്തിൽ തുപ്പുന്ന തുപ്പൽ നിലത്തി വീഴാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ തൂക്കിക്കൊണ്ട് ഹിതേഷ് ശങ്കർ എന്ന് പറയുന്ന ഈ ലേഖകൻ നടക്കട്ടെ, പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ജാതീയ വ്യവസ്ഥയെ ഇദ്ദേഹത്തിന് പുൽകാൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം കാസ്റ്റ് സെൻസസിനെതിരെയാണ്. കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നതിനെ സാമുദായിക സെൻസസ് എന്ന് പുനർനാമീകരണം ചെയ്തുകൊണ്ട് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഇത് വിഭജനത്തിന്റെ മാർഗമാവുക? ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നത് വിഭജനത്തിന്റെ ഭാഗമാണോ? ഇന്ത്യക്കാരായ മനുഷ്യർക്ക് റെപ്രസെന്റേഷൻ വേണമെന്നാണ് നാം പറയുന്നത്. ഇതേ അഡിക്വേറ്റ് റെപ്രസെന്റേഷന്റെ പ്രിൻസിപ്പിളാണ് ഇന്ത്യക്കകത്തെ എല്ലാ സമുദായത്തിനും കൃത്യമായ വിഭവങ്ങൾക്ക് മുകളിൽ അധികാരം വേണമെന്ന് നമ്മൾ പറയുന്നത്. ഒരൊറ്റ ഹിന്ദു ജനതയാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. എന്താണ് മാനവ വിഭവശേഷി IIT-യിലെ അധ്യാപകരെ കുറിച്ച് പറയുന്നത്? 6049 അധ്യാപകരിൽ ഉള്ളതിൽ 121 പേർ മാത്രമാണ് ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളത്. ദേവസ്വം ബോർഡിൽ 97%. ഇന്ത്യക്കകത്തെ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഓക്സ്ഫാം ഇന്ത്യയുടെ കണക്ക് പ്രകാരം 99%. അൺഎയ്ഡഡ് മേഖലയിലെ ക്ലാസ് റൂമുകൾ 99% സവർണ സമുദായങ്ങൾ മാത്രം കൈയടക്കി വെച്ച് ഇരിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറി മേഖലയിലെ കണക്കും എതിരല്ല. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം സവർണ ഒളിഗാർക്കി നിലനിർത്തുന്ന സമയത്ത് എല്ലാ വിഭാഗങ്ങൾക്കും അധികാരം വേണമെന്ന് പറയുന്നത്, എല്ലാ വിഭാഗങ്ങൾക്കും വിഭവങ്ങൾക്ക് മേൽ അധികാരം വേണമെന്ന് പറയുന്നതല്ല വിഭജനം എന്ന് പറയുന്നത്. മറിച്ച് ഇന്ത്യക്കകത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന RSSന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ വിഭജിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 38(2) പ്രകാരം ഇന്റർ ഗ്രൂപ്പ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. 16(4) മൗലികാവകാശം പ്രകാരം അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെയുള്ള ഹിതേഷ് ശങ്കർ എന്തായാലും ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ പറ്റിയോ അതിനുവേണ്ട നൈപുണ്യെ പറ്റിയോ വാൽമീകി സമുദായത്തെ പറ്റി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ബംഗാളിലെ നെയ്ത്തുകാരെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ബംഗാളിലെ നെയ്ത്തുകാർ പരമ്പരാഗതമായി അവരുടെ ഈ നൈപുണി ഈ പറയുന്ന വീവിങ്ങിനുള്ള അല്ലെങ്കിൽ നെയ്ത്തിനുള്ള അപാരമായ കഴിവ് കാലങ്ങളായി തുടർന്നു വന്നത് കാരണം മാഞ്ചസ്റ്റർ നിർമ്മിക്കുന്ന വസ്ത്രത്തെക്കാൾ കൂടുതൽ മനോഹരമായി നമുക്കിവിടെ വസ്ത്രം നിർമ്മിക്കാൻ കഴിയുന്നു. അങ്ങനെ ഓരോരോ മേഖല കർമ്മ മേഖലകളിലെ നൈപുണി പരമ്പരാഗതമായി കൈമാറി വരുന്നതിലൂടെ ആ നൈപുണി പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ജാതി വ്യവസ്ഥ നിലനിർത്തണം
എന്ന് പറയുന്ന വിവേചനം വേണം എന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന എന്താണ് ഈ ആ തൊഴിൽ മേഖലയിലെ അതിൻ്റെ സാമർത്ഥ്യം, അതിൻ്റെ സ്മാർട്ട്നെസ് നിലനിർത്താൻ ഇത് വേണം എന്ന വേറൊരു വളഞ്ഞ വഴി കൂടി എടുക്കുന്നുണ്ടോ ദിനു? തീർച്ചയായിട്ടും ഉണ്ട്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വളരെ കൃത്യമായ ജാതിയെ കുറിച്ച് പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ അല്ല, ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് ഒതുക്കുകയാണ് ജാതി വ്യവസ്ഥ ചെയ്യുന്നത്. അത് മാത്രമല്ല ചെയ്യുന്നത്, ഒരു കാലത്തും അദ്ദേഹത്തിന് മറ്റൊരു തൊഴിൽ ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മനുഷ്യരെ മാറ്റി തീർക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കാർഷിക അടിമകളൊക്കെ ആയിട്ട് എല്ലാ സമുദായങ്ങളിൽ നിന്നും ആളുകൾ വരട്ടെ എന്ന്, മാനുവൽ സ്കാവഞ്ചിങ്ങിനകത്തേക്ക് എല്ലാ സമുദായത്തിൽ നിന്നും ആളുകൾ വരട്ടെ എന്ന്. ഒരു ഇൻഡിവിജ്വലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന മാതൃകയാണ് എല്ലാ സമയത്തും കാസ്റ്റ് വ്യവസ്ഥ നമ്മൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് ഹൈറാർക്കിയിലൂടെ, ഗ്രഡേഷൻ ഓഫ് ലേബറിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ കേവലം തൊഴിലിന്റെ വിഭജനമല്ല, മറിച്ച് തൊഴിലാളികളുടെ വിഭജനമാണ് ജാതി വ്യവസ്ഥ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നെയ്ത്തുകാരിൽ നിന്ന് നാളെ ഒരു ഇന്റലക്ച്വൽ ഉണ്ടാവട്ടെ എന്ന്. ഐൻസ്റ്റീൻ ഒരു പേറ്റന്റ് ഓഫീസിലെ ക്ലർക്കായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും ക്ലർക്കായി നിൽക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? E=mc² അടക്കമുള്ള അതിനൂതനമായിട്ടുള്ള തിയറീസ് കൊണ്ടുവരാൻ വേണ്ടി ഐൻസ്റ്റീൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ തന്നെ നിൽക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന, ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവായി മാറണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി കുലത്തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇത്തരം തൊഴിലുകളുടെ ഇന്നലകളെ തിരികെ വരൂ വിളികൾക്കകത്ത് യാതൊരു വിശ്വാസവും നമ്മൾക്കില്ല. വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കകത്തും ജാതി വ്യവസ്ഥയ്ക്കകത്തും സനാതന ധർമ്മ വ്യവസ്ഥയ്ക്കകത്തും ജീവിക്കുന്ന അവസാനത്തെ തലമുറ ഞങ്ങളുടേതാകണമെന്നാണ് ഞാൻ അടക്കമുള്ള സബാൾട്ടൻ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾ, സ്കോളേഴ്സ് ആഗ്രഹിക്കുന്നത്.